നമുക്ക് കൺസൈൻമെൻറ്റ് അക്കൗണ്ടിലെ ജേണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ കൺസൈനറുടെ ബുക്സിലെ ജേണൽ എൻട്രീസ് ആണ് പഠിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ഫോർ ദ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. കൺസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഗുഡ്സ് നൽകിയത് അതിനുള്ള എൻട്രി. നമുക്കറിയാം കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. സോ എൻട്രി വിൽ ബി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. ടു ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് എന്നാണ് നമ്മൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ എഴുതുന്നത്. അപ്പോൾ അത് ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ എൻട്രി വിൽ ബി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. ഇനി ഫോർ ദ എക്സ്പെൻസസ് ഓഫ് ദി കൺസൈനറുടെ എക്സ്പെൻസസ്. അപ്പോൾ ഓർക്കണം, നമ്മൾ ഈ എൻട്രി എഴുതുന്നത് കൺസൈനറുടെ ബുക്കിലാണ്. അപ്പോൾ അയാളുടെ എക്സ്പെൻസസ് എന്ന് പറയുന്നത് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് വേണം എഴുതാൻ. ഓക്കെ. ഫോർ എനി അഡ്വാൻസ് റിസീവ്ഡ് ഫ്രം കൺസൈനിയുടെ നിന്ന് എന്തെങ്കിലും അഡ്വാൻസ് നമുക്ക് ലഭിച്ചെങ്കിൽ ബിൽസ് റിസീവബിൾ ഓർ ബാങ്ക് ഡെപ്റ്റർ ടു കൺസൈനിയിൽ നിന്നാണ് നമുക്ക് ബിൽസ് റിസീവബിൾ അല്ലെങ്കിൽ ബാങ്ക് ചെക്കായിട്ട് നമുക്ക് അഡ്വാൻസ് കിട്ടുന്നത്. അപ്പോൾ എൻട്രി എഴുതുമ്പോൾ നമുക്ക് ചെക്ക് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ബാങ്കിനെ നമ്മൾ ഡെബിറ്റാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾ ആയിട്ടാണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് കിട്ടുന്നതെങ്കിൽ ബിൽസ് റിസീവബിൾ നമ്മൾ ഡെബിറ്റ് ചെയ്തെങ്കിലേ അത് ഒരു അസറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ബിൽസ് റിസീവബിൾ ഓർ ബാങ്ക് ഡെപ്റ്റർ ടു ആരിൽ നിന്നാണ് കിട്ടുന്നത്? കൺസൈനി ടു കൺസൈനി. ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനി സെയിൽ നടത്തിയപ്പോൾ അതിനുള്ള എൻട്രി കൺസൈനി ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. നമുക്കറിയാം കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ് സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനി. അപ്പോൾ എൻട്രി എഴുതുമ്പോൾ സെയിൽസ് എന്നല്ല എഴുതേണ്ടത്, കൺസൈനി ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട് എന്ന് വേണം. സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനി എന്നുള്ള എൻട്രി കൺസൈനറുടെ ബുക്കിൽ എഴുതുമ്പോൾ. ഫോർ എക്സ്പെൻസസ് ഇൻകേർഡ് ബൈ ദി കൺസൈനി. ആദ്യം നമ്മൾ പഠിച്ചത് കൺസൈനർക്കുണ്ടായ എക്സ്പെൻസ് ഏതാണ്. കൺസൈനറുടെ എക്സ്പെൻസസ് കൺസൈനറുടെ ബുക്കിൽ എഴുതുമ്പം കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് എന്ന് വേണം എഴുതാൻ. ഇനി കൺസൈനറുടെ ബുക്കിൽ കൺസൈനിക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടായെങ്കിൽ എൻട്രി എഴുതുമ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ബാങ്കോ ക്യാഷോ അല്ല, അവിടെ കൺസൈനിയുടെ പേരാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എൻട്രി എഴുതുമ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനി. എക്സ്പെൻസസ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ ഫോർ ദ കമ്മീഷൻ പേയബിൾ ഓൺ കൺസൈനിക്ക് കമ്മീഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എൻട്രി കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനിക്ക് കൊടുക്കേണ്ട കമ്മീഷനാണ്. അപ്പോൾ കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈനി എന്നുള്ള എൻട്രിയാണ് എഴുതേണ്ടത്. ഫോർ ദ കൺസൈൻമെൻറ്റ് സ്റ്റോക്ക് വിത്ത് കൺസൈനിയുടെ അടുക്കൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, കൺസൈൻമെൻറ്റിന് വേണ്ടി കൊടുത്ത സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ എൻട്രി സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട ഒരു ഐറ്റമാണ്. അതുകൊണ്ട് സ്റ്റോക്ക് ഓൺ കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ് അക്കൗണ്ട്. ഫോർ ക്ലോസിംഗ് ദ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ്. ഇനി ഈ കൺസൈൻമെൻറ്റിന് വേണ്ടിയിട്ട് ഗുഡ്സ് നൽകിയത് അത് ക്ലോസ് ചെയ്യണം, ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യണം. അപ്പോൾ എൻട്രി എഴുതുമ്പോൾ ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ ടു ട്രേഡിംഗ് ഓർ പർച്ചേസസ് അക്കൗണ്ട്. കൺസൈൻമെൻറ്റിന് വേണ്ടി കൊടുത്ത ഗുഡ്സ് അതിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഗുഡ്സ് സെൻറ്റ് ഓൺ കൺസൈൻമെൻറ്റ് ഡെപ്റ്റർ ടു ട്രേഡിംഗ് ഓർ purchases account. If there is a profit on consignment account debtor to profit and loss account. Profit ആണെങ്കിൽ ടു പ്രോഫിറ്റ് എന്നല്ലേ വരുള്ളൂ കൺസൈൻമെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് കൺസൈൻമെൻറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ്. ഇനി ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കൺസൈൻമെൻറ്റ്. ബൈ ലോസ് എന്നല്ലേ നമ്മൾ എഴുതുന്നത്. അതുകൊണ്ട് profit and loss account debtor to consignment account. For the remittance on settlement of accounts. അക്കൗണ്ട് സെറ്റിൽ ചെയ്യാൻ നേരത്ത് റെമിറ്റൻസ് കൊടുക്കുമ്പോൾ, അതായത് കൺസൈനി ബാലൻസ് എമൗണ്ട് കൊടുത്താണ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്, കൺസൈൻമെൻറ്റിൻ്റെ ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ
ബാങ്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ ആയിട്ടായിരിക്കും കിട്ടുന്നത്. ബാങ്ക് ഓർ ബിൽസ് റിസീവബിൾ ഡെപ്റ്റർ ടു കൺസൈനി. ഇത്രയും ജേർണൽ എൻട്രീസ് ആണ് കൺസൈനറുടെ ബുക്കിൽ എഴുതേണ്ടത്. ഇനി ദ ബുക്സ് ഓഫ് കൺസൈനിയുടെ ബുക്കിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് എഴുതേണ്ടത്. The consignee is only an agent who sells goods on behalf of the consignor. He gets only a remuneration called commission for the sales effected by him. The entire amount of commission received is credited to his profit and loss account. He prepares mainly the personal account of the consignor to arrive at the amount due. Consignee is only an agent who sells on behalf of the consignor. കൺസൈനർക്ക് വേണ്ടിയിട്ട് ഗുഡ്സ് സെയിൽ നടത്തുന്ന ഒരു ഏജൻറ്റ് മാത്രമാണ് കൺസൈനി. ഹി ഗെറ്റ്സ് ഓൺലി എ റെമ്യൂണറേഷൻ കോൾഡ് കമ്മീഷൻ ഫോർ ദ സെയിൽസ് എഫക്റ്റഡ് ബൈ ഹിം. അയാൾ നടത്തുന്ന സെയിലിന് അയാൾക്ക് ആകെ കിട്ടുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് കമ്മീഷൻ മാത്രമാണ്. ദ എൻറ്റയർ എമൗണ്ട് ഓഫ് കമ്മീഷൻ റിസീവ്ഡ് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്, അല്ലാതെ കൺസൈനറുടെ അല്ല, അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ, കൺസൈനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അയാൾക്ക് കിട്ടുന്ന ആ കമ്മീഷൻ മൊത്തം ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹി പ്രിപ്പയർസ് മെയിൻലി ദി പേഴ്സണൽ അക്കൗണ്ട് ഓഫ് ദി കൺസൈനർ ടു അറൈവ് അറ്റ് ദി എമൗണ്ട് ഡ്യൂ. അദ്ദേഹം ആകപ്പാടെ കൺസൈനറുടെ ഒരു പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ ആ എമൗണ്ടിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. ഓൺ റെസിപ്റ്റ് ഓഫ് ഗുഡ്സ് ദ കൺസൈനി നീഡ് നോട്ട് മേക്ക് എനി എൻട്രി ഇൻ ഹിസ് ബുക്സ് ആസ് ദ ഓണർഷിപ്പ് ഓഫ് ദി ഗുഡ്സ് ഈസ് നോട്ട് ട്രാൻസ്ഫർ. അയാൾക്ക് കൺസൈനിക്ക് ഗുഡ്സ് കൺസൈനറുടെ അടുത്ത് നിന്ന് സെയിലിന് വേണ്ടി കിട്ടുമ്പോൾ അതിനൊരു എൻട്രിയും അയാളുടെ ബുക്കിൽ, കൺസൈനിയുടെ ബുക്കിൽ എഴുതാറില്ല. കാരണം അതിൻ്റെ ഓണർഷിപ്പ് അയാൾക്ക് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട്. However, the consignee is liable to amount for the goods he has received from the consignor. പക്ഷേ കൺസൈനറുടെ അടുത്ത് നിന്ന് കിട്ടിയ ഗുഡ്സിന് അയാൾക്ക് ലയബിലിറ്റി ഉണ്ട്, അതിൻ്റെ എമൗണ്ട് കൊടുക്കണമെന്നുള്ള. Therefore, he keeps a record of the receipt of the goods in the inward consignment book, which is only a memorandum book and not a final book. ഒരു റഫ് ബുക്ക് പോലെ ഒരു സംഭവമാണ്, അതാണ് ഇൻവേർഡ് കൺസൈൻമെൻറ്റ് ബുക്ക്. അതൊരു ഫൈനൽ ബുക്കൊന്നും അല്ല. അവിടെ പുള്ളി റെക്കോർഡ് ചെയ്യും, ഇത്ര എമൗണ്ടിൻ്റെ ഇത്ര ക്വാണ്ടിറ്റി ഗുഡ്സ് കൺസൈനറുടെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടി. അങ്ങനൊരു റെക്കോർഡ് മാത്രമേ അയാൾ സൂക്ഷിക്കത്തുള്ളൂ. അതൊരു നോർമൽ ഫൈനൽ ബുക്കൊന്നും അല്ല. Following are the usual journal entries passed in the books of consignee. കൺസൈനിയുടെ ബുക്കിൽ എൻട്രി ചെയ്യുന്ന മെയിൻ എൻട്രീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഫോർ എക്സ്പെൻസസ് മെറ്റ് ബൈ കൺസൈനി. കൺസൈനി എന്തെങ്കിലും എക്സ്പെൻസസ് പേ ചെയ്തെങ്കിൽ എൻ്റെ എൻട്രി കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. കൺസൈനറുടെ പേരിലാണ് ആ അക്കൗണ്ട്, ആ എക്സ്പെൻസസ് എഴുതുന്നത്. കൺസൈനർ അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. ഫോർ അഡ്വാൻസ് ഈഫ് ഇനി റെമിറ്റഡ് ടു കൺസൈനർ. കൺസൈനർക്ക് അഡ്വാൻസ് കൊടുത്തെങ്കിൽ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബാങ്ക് ഓർ ബിൽസ് പേയബിൾ. ബിൽസ് റിസീവബിൾ അല്ല, ബിൽസ് പേയബിൾ ആണ് കൺസൈനിയുടെ ബുക്കിൽ വരുമ്പോൾ. ഫോർ സെയിൽസ് എഫക്റ്റഡ് ബൈ കൺസൈനി. കൺസൈനി നടത്തുന്ന സെയിലിന് എന്തെങ്കിലും ട്രാൻസാക്ഷൻ സെയിൽ എന്തെങ്കിലും നടന്നെങ്കിൽ അതിൻ്റെ എൻട്രി വരുന്നത്. ക്യാഷ് സെയിലാണെങ്കിൽ ബാങ്ക് ഡെപ്റ്റർ. ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ ടു കൺസൈനർ. ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും നടക്കാം. ക്യാഷ് സെയിലാണെങ്കിൽ ബാങ്ക് ഡെപ്റ്റർ, ഇനി ക്രെഡിറ്റ് സെയിലാണെങ്കിൽ ഡെപ്റ്റേഴ്സ് ഡെപ്റ്റർ ടു കൺസൈനർ. ഓക്കെ. ഫോർ കമ്മീഷൻ ഓൺ സെയിൽസ്. കമ്മീഷൻ അയാൾക്ക് കിട്ടിയെങ്കിൽ അതിൻ്റെ എൻട്രി എഴുതുമ്പോൾ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. അയാളുടെ അക്കൗണ്ടിൽ കമ്മീഷനാണ് വരേണ്ടത്. അപ്പോൾ കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ. For remittance to consignor on final settlement of account. അക്കൗണ്ട്സ് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ഫൈനൽ പേയ്മെൻറ്റ് കൺസൈനർക്ക് കൊടുക്കുമ്പോൾ എൻട്രി വരുന്നത് കൺസൈനേഴ്സ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ ഓർ ബാങ്ക്. എൻട്രീസ് പഠിച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ഇല്ലുസ്ട്രേഷനിലേക്ക് പോകാം.